Coming to the uses of corticosteroids can be used as a replacement therapy in few situations. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റേഷൻ ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെയാണ്. അതെന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് ഇസ് ഇൻ കേസ് ഓഫ് അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. അഡ്രിനൽ ഗ്ലാൻസ് പ്രോപ്പറായിട്ട് ഈ ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് സെക്രീറ്റ് ചെയ്യാണ്ട് വരുമ്പോൾ വി ഹാവ് ടു റീപ്ലേസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. അതാണ് നമ്മൾ ആദ്യമായി കൊടുക്കുക. ഇൻ അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഇറ്റ് ഈസ് എൻ എമർജൻസി കണ്ടീഷൻ. വി ഗീവ് ഹൈഡ്രോകോർട്ടിസോൺ 100 mg or dexamethasone 4 mg as an IV bolus. Then infusion is started along with isotonic normal saline or glucose. The dose is repeated as per the patient's condition. Once the patient recovers, it is switched over to oral preparation. അപ്പോൾ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈഡ്രോകോർട്ടിസോൺ 100 mg ഓർ ഡെക്സാമെത്തസോൺ 4 mg. ആദ്യമേ IV ബോളസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് IV ഇൻഫ്യൂഷൻ ആയിട്ട് ഒന്നെങ്കിൽ NSൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഒപ്പമോ കണ്ടിന്യൂ ചെയ്യും. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഡോസിനെ റെഗുലേറ്റ് ചെയ്യുക. And once a patient's condition is revived, we will continue the drug as oral preparation. ഇനി അടുത്തതാണ് ക്രോണിക് അഡ്രിനൽ ഇൻസഫിഷ്യൻസി വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് അഡിസൺസ് ഡിസീസ്. ഇതും എൻഡോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അഡിസൺസ് ഡിസീസിൽ നമ്മൾ ഓറൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ് സ്റ്റാർട്ട് ചെയ്യുക. വി സ്റ്റാർട്ട് ആസ് 20 to 40 mg daily and additional fludrocortisone may be added in some clients. So Addison's diseases common ആയിട്ട് ഹൈഡ്രോകോർട്ടിസോൺ ആണ് സ്റ്റാർട്ട് ചെയ്യുക 20 to 40 mg ഡെയിലി. ഇൻ ഫ്യൂ കേസസ് അഡീഷണൽ ആയിട്ട് ഫ്ലൂഡ്രോകോർട്ടിസോണും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദ നെക്സ്റ്റ് ഇസ് കൺജനീറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ. സോ കൺജനീറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയയിൽ വി സ്റ്റാർട്ട് hydrocortisone 0.6 mg per kg daily in divided doses. If salt wasting persists, fludrocortisone may be also added. So congenital hyperplasia എന്താ ചെയ്യുക, നമ്മൾ ഹൈഡ്രോകോർട്ടിസോൺ ആണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. 0.6 mg per kg ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇൻ ഡിവൈഡഡ് ഡോസസ്. ഈ ഒരു ഡ്രഗ് നമ്മളുടെ സോൾട്ട് റീഅബ്സോർപ്ഷൻ കൂട്ടും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സോൾട്ട് വേസ്റ്റിംഗ് കണ്ട മാതിരി ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് വി വിൽ ഓൾസോ ആഡ് ഫ്ലൂഡ്രോകോർട്ടിസോൺ. സോ ദാറ്റ് വാസ് അബൌട്ട് ദ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിൽ 3 കാര്യങ്ങളാണ്: കൺജനീറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ, ക്രോണിക് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ആൻഡ് അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. നൗ കമ്മിങ് ടു ദ ഫാർമക്കോ തെറാപ്പി. എന്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് കാണാം. The first is rheumatoid arthritis. So rheumatoid arthritis ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ഇറ്റ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. NSAIDs ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. NSAIDsന് അഡ്ജുവൻ്റ് ആയിട്ട് സിവിയർ കേസസിൽ ഇത് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഗിവൻ if only 1 to 2 joints are involved, and it is usually given as an intra-articular injections. Directly bone ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. So that is about rheumatoid arthritis. It is given as adjuvant to NSAIDs in severe cases if only 1 to 2 joints are involved, and it is given as an intra-articular injection. The next use is osteoarthritis. So in osteoarthritis, it is used in acute exacerbations. Here also the drug is given as intra-articular injections. Minimum of 3-month duration between 2 injections should be taken. So that is in case of osteoarthritis. Exacerbation ആണ് കൊടുക്കുക, intra-articular ആയിട്ടാണ് കൊടുക്കുക. 2 ഇഞ്ചക്ഷൻ്റെ ഇടയ്ക്ക് 3 മാസമെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് റുമാറ്റിക് കാർഡൈറ്റിസ്. ഇവിടെ സിവിയർലി ഇൽ ക്ലൈൻസ് ഹു ആർ നോട്ട് റെസ്പോണ്ടിങ് ടു NSAIDsലാണ് നമ്മൾ ഈ ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുക. ദ നെക്സ്റ്റ് ഇസ് അക്യൂട്ട് ഗൗട്ട്. അക്യൂട്ട് ഗൗട്ടിൽ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് NSAIDs തന്നെയാണ്. അവരോട് NSAIDsനോട് റെസ്പോണ്ട് ചെയ്യാത്ത ക്ലൈൻസിലാണ് നമ്മൾ പ്രെഡ്നിസലോൺ കൊടുക്കുക. In case of allergic reactions like
angioneurotic edema, hay fever, serum sickness, contact dermatitis, urticaria, drug reaction and anaphylaxis. This is the main line of treatment. So allergic reactions like angioneurotic edema, hay fever, serum sickness, contact dermatitis, urticaria, drug reactions and anaphylaxis. The next use is in case of bronchial asthma. So bronchial asthma നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ഇൻഹലേഷണൽ ആൻഡ് സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ലൈനിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും കണ്ടു അല്ലേ. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. In case of acute exacerbation, it is given as short course of prednisolone for about 5 days. In case of status asthmaticus, IV hydrocortisone 100 to 200 mg is given. It is repeated after 8 hours. Or prednisolone 60 mg is given every 6 hourly followed by oral prednisolone 40 to 60 mg per day for about 5 days. So this is in case of asthmaticus. Hydrocortisone 100 to 200 mg repeated every 8 hours or prednisolone 60 mg every 6 hourly followed by oral prednisolone 40 to 60 mg per day for about 5 days. ഇനി ക്രോണിക് ആസ്മയിലാണെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റേഴ്സിൻ്റെ ഒപ്പം സപ്ലിമെൻറ്റ്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. In case of collagen disease, glucocorticoids are the first line treatment. In case of polyarthritis nodosa, rheumatic feverൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് polyarthritis nodosa, lupus erythematosus and rheumatoid diseases. In all these cases, prednisolone is given for 6 weeks and it is tapered over another 6 weeks. ഇതാണ് collagen disease. Collagen disease like polyarthritis nodosa, lupus erythematosus, rheumatoid diseasesലൊക്കെ prednisolone ആണ് സ്റ്റാർട്ട് ചെയ്യുക for 6 weeks and it is tapered over another 6 weeks. In case of eye diseases like allergic conjunctivitis, uveitis, optic neuritis, inflammatory conditions, etc., steroid eye drops are given. However, if it is given for a long duration, there is increased IOP, intraocular pressure കൂടും. അതുകൊണ്ട് ഗ്ലോക്കോമയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ലോങ് ടേം തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. In renal diseases, they are the first line drugs in nephrotic syndrome. ഇത് തേർഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും, സെക്കൻഡ് ഇയറിൽ പഠിച്ചു എന്ന് തോന്നുന്നു, തേർഡ് ഇയറിൽ എഗെയിൻ റിപ്പീറ്റ് ചെയ്യും. സോ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് prednisolone. prednisolone 6 weeks ട്രീറ്റ്മെൻറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അടുത്ത 6 weeksൽ അത് ടേപ്പർ ചെയ്യും. In case of skin diseases, topical steroids are given. And especially in pemphigus vulgaris, ഇത് നിങ്ങൾ പഠിച്ചു എന്ന് തോന്നുന്നു. pemphigus vulgarisൽ നമ്മൾ കൊടുക്കുന്ന മെയിൻ ടോപ്പിക്കൽ ഡ്രഗാണ് corticosteroids. In case of GI diseases, mild inflammatory bowel diseases like ulcerative colitis, retention enema is given. Severe ആണെങ്കിൽ oral prednisolone is given. In case of liver diseases, autoimmune chronic hepatitis, alcoholic hepatitisലൊക്കെ ആ ഒരു ലിവറിൻ്റെ ഫൈബ്രോസിസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ കൊടുക്കും. സോ ലിവർ ഡിസീസസ് ലൈക്ക് autoimmune chronic hepatitis and alcoholic hepatitis. In case of hematological disorders like purpura and hemolytic anemia, corticosteroids can be given and the patients will respond well. Cerebral edema, large doses of dexamethasone are used. Cancers, in case of acute lymphocytic leukemia and lymphomas, it is given due to the lymphocytic effect. Lympholytic effect, leukocytes ഒക്കെ അളവ് കുറയ്ക്കുന്ന കാരണം ALലും ലിംഫോമേസിലും ഇത് ഉപയോഗിക്കാം. And also it is used in breast cancer. In case of lung diseases like aspiration pneumonia and respiratory distress syndrome, ഈ രണ്ട് കണ്ടീഷൻസിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉപയോഗിക്കും. In case of organ transplantation, എന്തുകൊണ്ടാണ് ഉപയോഗിക്കുക? റിജക്ഷൻ തടയാനായിട്ട്. And prednisolone is the commonly used drug.
Other uses include pneumocytic Jerovicki pneumoniae and hemolytic anemia.